നിങ്ങൾ എന്നെ ദ്രോഹിച്ചതിന് നിങ്ങൾ എന്നോട് മാപ്പ് പറഞ്ഞാലല്ലേ ഞാൻ നിങ്ങൾക്ക് എന്ത് തരുള്ളൂ, ആ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള സംഗതികൾ നിങ്ങൾക്ക് തരുള്ളൂ. പക്ഷേ എന്തുകൊണ്ട് ഇവിടെ പടച്ചോൻ ഇങ്ങനെ ചെയ്തു? റമദാൻ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം കഴിഞ്ഞു. ഇതിൽ പല ആളുകളും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് റമദാൻ മാസത്തിന് നമ്മൾ 3ആയിട്ടാണ് പറയുക. ആദ്യത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10. ഇതിൽ ആദ്യത്തെ 10 എന്ന് പറയുന്നത് റഹ്മത്തിൻ്റെ 10ആണ്. രണ്ടാമത്തെ 10 എന്താണ്? നമ്മൾ പാപമോചനം ഒരുപാട് ചോദിക്കുന്ന 10ആണ്. മൂന്നാമത്തെ 10 എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നൊരു 10ആണ്. അപ്പോഴേ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ആദ്യം റഹ്മത്ത് തന്നിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാപമോചനം ചോദിക്കുന്നത്. ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. നമ്മൾ പാപമോചനം ചോദിച്ചാലല്ലേ നമുക്ക് റഹ്മത്ത് തരേണ്ടത്? അങ്ങനെയല്ലേ ശരിക്കും വേണ്ടത്? ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. നിങ്ങൾ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ നിങ്ങൾക്ക് എൻ്റെ കയ്യിലുള്ള അനുഗ്രഹം തരണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്നെ ദ്രോഹിച്ചതിന് നിങ്ങൾ എന്നോട് മാപ്പ് പറഞ്ഞാലല്ലേ ഞാൻ നിങ്ങൾക്ക് എന്ത് തരുള്ളൂ, ആ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള സംഗതികൾ നിങ്ങൾക്ക് തരുള്ളൂ. പക്ഷേ എന്തുകൊണ്ട് ഇവിടെ പടച്ചോൻ ഇങ്ങനെ ചെയ്തു? ഇവിടെ ശ്രദ്ധിച്ച് നോക്കണേ. ഒരമ്മ അല്ലെങ്കിൽ ഒരു ഉമ്മ ഒരു കുട്ടിയെ വളർത്തി വലുതാക്കി. ആ കുട്ടി ആ അമ്മയെ അല്ലെങ്കിൽ ഉമ്മയെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മറ്റൊരാൾ വന്നിട്ട് ആ കുട്ടിയോട് പറയാണ്, നിൻ്റെ ഉമ്മ നിന്നെ ചെറുപ്പത്തിൽ ഇങ്ങനെ നോക്കിയതാണ്, ഇത്ര അനുഗ്രഹം, ഇത്ര റഹ്മത്ത് അല്ലെങ്കിൽ ഇത്ര സാക്രിഫൈസിങ് ഒരുപാട് മൊമെൻറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട് നിൻ്റെ ഉമ്മക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ആ കുട്ടി തിരിച്ചറിയുന്ന സമയത്താണ് എന്ത് ചെയ്യുക, ആ കുട്ടിക്ക് റിയൽ ആയിട്ടുള്ള ഫോർഗീവ്നെസ് ആ ഉമ്മയോട് ചോദിക്കാൻ വേണ്ടിയിട്ട്, സോറി ട്ടോ ഉമ്മ, ഞാൻ അങ്ങനെ ചെയ്തതല്ല എന്നുള്ള രീതിയിൽ ആ കുട്ടിക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് തോന്നുക. ഇതുപോലെ നമുക്ക് നമ്മുടെ പടച്ചോൻ തന്നിട്ടുള്ള ഒരുപാട് റഹ്മത്തുകൾ ഈ കഴിഞ്ഞ 10ൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മളെ സംസാരം, നമ്മളെ കാഴ്ച, നമ്മളെ കേൾവി, നമുക്ക് നടക്കാനുള്ള കഴിവ്, നമുക്കുള്ളിലെ ഹൃദയം തുടങ്ങിയ ഒരുപാട് അവയവങ്ങൾ, നമ്മളെ പാരൻസ്, നമ്മളെ വീട്, നമ്മളെ വാഹനം, നിങ്ങളീ കാണുന്ന ഫോണ്, നിങ്ങളെ ഇന്ന് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ, നിങ്ങളെ ജോലി, നിങ്ങളെ മക്കൾ എല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്താണല്ലേ. ഇത്രയും തന്ന പടച്ചോനെ ഇനി നിങ്ങളെന്താണ് കറക്റ്റായിട്ടുള്ള, ഇത്രയും തന്നിട്ട് ഞാൻ ഇത്രയും തെറ്റുകൾ ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ ഇനിയാണ് നമ്മൾ ഫോർഗീവ്നെസ് ചോദിക്കുക എന്നുള്ളത്. അപ്പം ഈ ഒരു രീതിയിൽ പലരും ചിന്തിച്ച് പോയിട്ടുണ്ടാവില്ല. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മൈൻഡിൽ എന്ത് ചെയ്യാം, കൊണ്ട് നടക്കുക. ഈ ഒരു 10 ദിവസം മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഫോർഗീവ്നെസ്, മാപ്പ് ചോദിക്കാം എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യാം, നല്ലപോലെ ഒന്ന് ചിന്തിക്കുക.